ഇന്ത്യയുടെയും അഫ്ഗാനിസ്ഥാന്റെയും ഇടയിൽ പാകിസ്ഥാനോട് ചേർന്ന് മറ്റൊരു രാജ്യം ഇതാ ഉദയം ചെയ്തിരിക്കുന്നു. വർഷങ്ങളായി പാകിസ്ഥാൻ കാണിച്ച അവഗണനയോട് എണ്ണി എണ്ണി പകരം ചോദിക്കാൻ അവർ സജ്ജമാണ്. പാകിസ്ഥാനിലെ ഇറാനി വംശജർ സ്വന്തമായി ഒരു രാഷ്ട്രമുണ്ടാക്കുകയാണ്. ഇന്ത്യക്ക് പണി കൊടുത്ത് സമാധാനപരമായി ജീവിക്കാമെന്ന് കരുതിയ പാകിസ്ഥാന് നല്ല പണിയാണ് 4 ഭാഗത്തു നിന്നും ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഭീകരവാദികളെ വളർത്തുന്ന പാകിസ്ഥാൻ ഇന്ത്യയെ കയറി ചൊറിഞ്ഞതും ഇന്ത്യയുടെ തിരിച്ചടിയുമൊക്കെ ഇതിനോടകം തന്നെ നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇന്ത്യയുമായി പാകിസ്ഥാൻ സംഘർഷത്തിലേർപ്പെട്ട പശ്ചാത്തലത്തിൽ തന്നെ വർഷങ്ങളായി പാകിസ്ഥാനിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ആഭ്യന്തര വിഷയം ആഗോള ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, അത് ബലൂചിസ്ഥാൻ വിഷയമാണ്. ഇത്ര നാളും പാകിസ്ഥാൻ സൈന്യം കൂട്ടിപ്പിടിക്കാൻ ശ്രമിച്ച ബലൂചിസ്ഥാൻ അവരുടെ കയ്യിൽ നിന്നും വഴുതിപ്പോകുന്ന കാഴ്ചയാണ് ലോകം കാണുന്നത്. 1971 ഇന്ത്യ പാക് യുദ്ധത്തിന് ശേഷം വിമോചനം നേടിയ ബംഗ്ലാദേശിനെ ഓർമ്മിപ്പിക്കുന്നതാണ് പാകിസ്ഥാനെ പിളർന്നുകൊണ്ട് ഉയർന്നുവന്ന പുതിയ രാജ്യമായ ബലൂചിസ്ഥാൻ. UN-നോടും അതുപോലെ ഇന്ത്യയോടും ബലൂചിസ്ഥാനെ അംഗീകരിക്കണമെന്ന ആവശ്യമാണ് ഇവിടെ ഉയരുന്നത്. ഇവിടെ ഇന്ത്യയുടെ നിലപാടും നിർണായകമാണ്. പാകിസ്ഥാൻ സേനയ്ക്ക് ബലൂചിസ്ഥാൻ പ്രവിശ്യയുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടെന്നും ഈ സാഹചര്യം പ്രയോജനപ്പെടുത്തി പാകിസ്ഥാനിൽ നിന്നും വേർപിരിയാൻ ധീരമായ നീക്കങ്ങൾ നടത്തുകയാണെന്നും പ്രമുഖ ബലൂച്ച് നേതാവായ മിർ യാർ ബലൂച്ച് പറഞ്ഞിരുന്നു. റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതിനു പിന്നാലെ പാകിസ്ഥാൻ സൈന്യത്തിന് മേഖലയിൽ നിയന്ത്രണം നഷ്ടമായെന്നും നേതാക്കൾ അവകാശപ്പെട്ടു. സ്വതന്ത്ര ബലൂചിസ്ഥാനെ അംഗീകരിക്കാനും പിന്തുണ നൽകാനുമായി ഇന്ത്യയോടും ഐക്യരാഷ്ട്ര സംഘടനയോടും ബലൂച്ച് നേതാക്കൾ അഭ്യർത്ഥിച്ചു കഴിഞ്ഞു. ബലൂചിസ്ഥാനിൽ നിന്ന് പാകിസ്ഥാൻ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഉടൻ പിൻവലിക്കാനും നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആരാണ് ഈ ബലൂജികൾ എന്നുകൂടി പറയാം. പാകിസ്ഥാന് നിരന്തരം തലവേദന സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ബലൂച്ച് ഒരു ഇറാനിയൻ വംശീയ വിഭാഗമാണ്. ബലൂച്ച് ജനവാസമുള്ള പ്രവിശ്യകൾ അവിടുത്തെ ഭരണകൂടങ്ങൾക്ക് നിരന്തരമായ പ്രശ്നങ്ങളുടെ ഉറവിടം തന്നെ. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ബലൂചിസ്ഥാന്റെ സ്വതന്ത്ര പ്രഖ്യാപനം വളരെ സ്ഫോടനാത്മകമായ ഒരു സംഭവമായിരുന്നു. ബലൂചിസ്ഥാന്റെ സ്വാതന്ത്ര്യം അംഗീകരിക്കണമെന്ന അവരുടെ അഭ്യർത്ഥന ഇന്ത്യ അംഗീകരിച്ചാൽ 2 ആണവായുധ രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം കൂടുതൽ രൂക്ഷമാകാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ 20 വർഷത്തിലേറെയായി പാകിസ്ഥാനിലെ ഏറ്റവും വലുതും എന്നാൽ ഏറ്റവും ദരിദ്രവുമായ പ്രവിശ്യയാണ് ഈ ബലൂചിസ്ഥാൻ. പാകിസ്ഥാനെയും ഇറാനെയും വേർതിരിക്കുന്ന പ്രദേശം കൂടിയാണ് ഇത്. ഫ്രാൻസിന്റെ വലിപ്പമുള്ള ഈ പ്രവിശ്യയിൽ ഏകദേശം 9 ദശലക്ഷം ബലൂജുകളാണ് കഴിയുന്നത്. അവർ പാകിസ്ഥാനെ തങ്ങളുടെ താൽപ്പര്യങ്ങൾ നിറവേറ്റുന്ന ഒരു സർക്കാരായിട്ടല്ല, മറിച്ച് ഒരു അധിനിവേശ ശക്തിയായിട്ടാണ് കണ്ടിരിക്കുന്നത്. ഇപ്പോൾ വീണ്ടും ഉയർന്നു വന്നിരിക്കുന്ന വിഘടനവാദ പ്രസ്ഥാനത്തെ നിയന്ത്രിക്കാൻ പാകിസ്ഥാനിലെ സൈനിക സംവിധാനത്തിന് കഴിയുന്നില്ല എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം. പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നമാണ് ഈ ബലൂചിസ്ഥാൻ. സ്വർണം, വജ്രം, വെള്ളി, ചെമ്പ്, പ്രകൃതിവാതകം, കൽക്കരി എന്നിവയുടെ വൻ ശേഖരം ഈ മണ്ണിലുണ്ട്. ബലൂചിസ്ഥാനിലെ ഈ വിഭവങ്ങളെല്ലാം തന്നെ പാകിസ്ഥാന്റെ അധീനതയിലാണ്. ഇത്തരം ധാതു വിഭവങ്ങൾ പാകിസ്ഥാന്റെ തകർച്ച നേരിടുന്ന സമ്പദ് വ്യവസ്ഥയ്ക്ക് മുതൽക്കൂട്ടാണ്. ഈ മണ്ണിൽ നിന്നും ഇവയൊക്കെ കൊണ്ടുപോകുമ്പോഴും ബലൂച്ച് ജനതയ്ക്ക് കാര്യമായ നേട്ടമില്ലെന്ന് മാത്രവുമല്ല, ഇന്നും അവഗണന മാത്രമാണ് പാക് ഭരണത്തിൽ നിന്നും അവർക്ക് ലഭിച്ചിട്ടുള്ളതും. ബലൂചിസ്ഥാനിലെ ജനസംഖ്യയുടെ 70% ദാരിദ്ര്യത്തിലാണ് കഴിയുന്നത്. ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, തൊഴിൽ അവസരങ്ങൾ എന്നിവ വളരെ കുറവാണ് ഈ ജനതയ്ക്ക്. ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി ബലൂചിസ്ഥാനി ജനങ്ങളുടെ നിരാശയെ കൂടുതൽ ജ്വലിപ്പിക്കുന്ന ഒന്നാണ്. വൻതോതിലുള്ള അടിസ്ഥാന സൗകര്യ പദ്ധതികളും ആഴക്കടൽ തുറമുഖ വികസനങ്ങളും ഉൾക്കൊള്ളുന്ന കോടിക്കണക്കിന് ഡോളർ ചെലവ് വരുന്ന ഈ സംരംഭം മറ്റൊരു തരത്തിലുള്ള ചൂഷണമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ബലൂചിസ്ഥാനിൽ സമൃദ്ധി കൊണ്ടുവരുന്നതിന് പകരം CPEC പദ്ധതികൾ, ഭൂമി കയ്യേറ്റം, കുടിയിറക്കം, തദ്ദേശീയ ജനത ദാരിദ്ര്യത്തിൽ പൊരുതുമ്പോൾ സാമ്പത്തിക നേട്ടങ്ങൾ കൊയ്യുന്ന പുറത്തുനിന്നുള്ളവരുടെ കടന്നുകയറ്റം എന്നിവയിലേക്കാണ് നയിച്ചത്. ബലൂച്ച് വിമതരാകട്ടെ CPECയെ നേരിട്ടുള്ള അവരുടെ ഭീഷണിയായിട്ട് കാണുകയും ഇതോടെ ചൈനീസ് ഉദ്യോഗസ്ഥർക്കെതിരെ തിരിയുകയും ചെയ്തു. ബലൂച്ച് ദേശീയവാദ സമരം പാകിസ്ഥാനെ സംബന്ധിച്ച് ഒരു പുതിയ പ്രതിഭാസമല്ല. 1948 മുതൽ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന് 1 വർഷത്തിന് ശേഷം അത് കൂടുതൽ രൂക്ഷമാകുകയായിരുന്നു. ബലൂച്ച് നേതാക്കൾ ഒരിക്കലും പാകിസ്ഥാൻ ഭരണത്തിന് യഥാർത്ഥമായി അനുകൂലിച്ചവരല്ല.
ബലൂച്ച് നിവാസികൾ ആദ്യകാലം മുതൽക്കു തന്നെ അടിച്ചമർത്തലിനും ചൂഷണത്തിനും വിധേയരായിരുന്നു. പാകിസ്ഥാനിലെ ഭരണവർഗം ഭൂരിഭാഗവും ഉറുദു സംസാരിക്കുന്നവരും സൈന്യത്തിന്റെ ഉന്നത തലങ്ങളിൽ ഉൾപ്പെട്ടവരുമാണ്. അതുകൊണ്ട് തന്നെ ബലൂച്ച് നിവാസികളെ രണ്ടാം തരം പൗരന്മാരായിട്ട് തന്നെയാണ് പാക് സൈന്യവും പാക് ഭരണകൂടവും നോക്കിക്കണ്ടത്. മതത്തെ മാത്രം അടിസ്ഥാനമാക്കിയുള്ള ഭരണമാണ് പാകിസ്ഥാനിൽ ഇപ്പോഴുള്ളത്. ബലൂജുകാരുടെ ആവശ്യങ്ങൾക്ക് മുന്നിൽ അവർ പലതവണ മുഖം തിരിച്ചു. അതുകൊണ്ട് തന്നെ ബലൂജുകാരുടെ പ്രാദേശിക സ്വയം ഭരണത്തെക്കുറിച്ചുള്ള വാദങ്ങൾ ക്രൂരമായ സൈനിക അടിച്ചമർത്തലുകൾക്ക് വിധേയമായിട്ടുണ്ട്. 2011 2025 ഒക്ടോബറിനുമിടയിൽ കുറഞ്ഞത് 10,000 ബലൂച്ച് നിവാസികളെ കാണാതായിട്ടുണ്ട്. ബലൂചിസ്ഥാനെ കേന്ദ്രീകരിച്ച് വ്യോമാക്രമണങ്ങൾ, കൂട്ട അറസ്റ്റുകൾ, നിയമവിരുദ്ധമായ കൊലപാതകങ്ങൾ എന്നിവയുൾപ്പെടെ പാകിസ്ഥാൻ ക്രൂരമായ ആക്രമണങ്ങളാണ് അഴിച്ചുവിട്ടത്. ഇത്തരം അടിച്ചമർത്തലുകളുടെ പശ്ചാത്തലത്തിലാണ് ബലൂച്ച് ദേശീയ പ്രസ്ഥാനം വളർന്നു വന്നത്. അടിച്ചമർത്തലുകൾ പക്ഷേ ബലൂജുകാരുടെ വീര്യം വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് എന്നതാണ് ഇവിടെ പറയേണ്ടത്. പുതിയ തലമുറ മിതവാദത്തിൽ നിന്നും തീവ്രവാദികളായി മാറാനുള്ള സാഹചര്യം പാക് ഭരണകൂടം സൃഷ്ടിച്ചുവെന്ന് പറയുന്നതായിരിക്കും വളരെ കൃത്യം. ഈ പ്രസ്ഥാനം ഇപ്പോൾ കൂടുതൽ ശക്തി ആർജിക്കുകയും പാക് ഭരണകൂടത്തെ മറിച്ചിടാനുള്ള പോരാട്ട വീര്യം കൈവരിക്കുകയും ചെയ്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ബലൂച്ച് കലാപത്തിൽ സമീപകാലത്തുണ്ടായ ഏറ്റവും ശ്രദ്ധേയമായ മാറ്റം അതിന്റെ നേതൃത്വത്തിലും പ്രവർത്തന ഘടനയിലുമുണ്ടായ പരിവർത്തനം തന്നെയാണ്. മുമ്പ് ഗോത്ര മേധാവികളും പരമ്പരാഗത ഫ്യൂഡൽ യുദ്ധപ്രഭുക്കളും ആധിപത്യം പുലർത്തിയിരുന്ന കലാപം ഇപ്പോൾ വിദ്യാസമ്പന്നരായ മധ്യവർഗ പ്രൊഫഷണലുകളുടെ നേതൃത്വത്തിലാണ് കൂടുതലായി കാണപ്പെടുന്നത്. ഇത്തരം ആളുകൾ കൂടുതൽ തന്ത്രപരമായ മികവും മികച്ച സംഘടനാ അച്ചടക്കവും കൂടുതൽ പൊതുജന ഇടപെടലും കൊണ്ടുവരുന്നു. അതിലും പ്രധാനമായിട്ട് സ്ത്രീകൾ പ്രസ്ഥാനത്തിൽ പ്രകടമായ ഒരു പങ്ക് വഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നതും ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ബലൂചിസ്ഥാനികൾക്കിടയിൽ പാകിസ്ഥാനെതിരായ അതൃപ്തി എത്രത്തോളം വ്യാപകവും അടിയന്തരവുമാണെന്നതിന്റെ സൂചന കൂടിയാണ് ഇത്. ബലൂച്ച് ലിബറേഷൻ ആർമി അതായത് BLA, ബലൂചിസ്ഥാൻ ലിബറേഷൻ ഫ്രണ്ട് അതായത് BLF തുടങ്ങിയ തീവ്രവാദ ഗ്രൂപ്പുകൾ വളർന്നുവരുന്ന ആധുനികത പ്രകടമാക്കി മേഖലയിലെ സുരക്ഷാ സ്ഥാപനങ്ങൾ, സർക്കാർ ഉദ്യോഗസ്ഥർ, ചൈനീസ് താൽപ്പര്യങ്ങൾ എന്നിവയ്ക്കെതിരെ ഉയർന്ന തോതിലുള്ള ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. കലാപം അവസാന ഘട്ടത്തിലാണെന്ന പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ അവകാശവാദങ്ങൾക്ക് വിരുദ്ധമായി മേഖലയെ പിടിച്ചുകുലുക്കുന്ന തുടർച്ചയായ ആക്രമണങ്ങളുടെ ഒരു പരമ്പര തന്നെ നിലനിൽക്കുന്നുണ്ട്. ഈ ഗ്രൂപ്പുകൾ ചെറുത്തുനിൽക്കുക മാത്രമല്ല പരിണമിക്കുകയും ചെയ്തു കഴിഞ്ഞു. ഇന്ത്യയെ ചൊറിഞ്ഞ് പണി വാങ്ങിയ പാകിസ്ഥാൻ ആകെപ്പെട്ട നിലയിലാണ് ഇപ്പോഴുള്ളത്. പാകിസ്ഥാനെതിരെ കർശന നടപടികളുമായി ഇന്ത്യ മുന്നോട്ടു പോകുമ്പോൾ ആഭ്യന്തരമായ തിരിച്ചടികളാണ് അവർ നേരിടുന്നത്. പാകിസ്ഥാനിൽ ആഭ്യന്തര കലാപം ഉണ്ടായെന്ന് പുറത്തുവരുന്ന വാർത്തകൾ അടിവരയിടുന്നു. കലാത്ത് ജില്ലയിലെ മാങ്കാച്ചോർ നഗരത്തിന്റെ നിയന്ത്രണം ബലൂച്ച് വിമതർ ഏറ്റെടുത്തു എന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്തത്. നൂറുകണക്കിന് ആയുധധാരികൾ, സർക്കാർ കെട്ടിടങ്ങളും സൈനിക സ്ഥാപനങ്ങളും ഇതിനോടകം തന്നെ കൈയടക്കി കഴിഞ്ഞു. പാകിസ്ഥാൻ സൈന്യത്തിന്റെ പ്രധാന ക്യാമ്പിന് നേരെ ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ ആക്രമണം ഉണ്ടായെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. മേഖലയിൽ ഏറ്റുമുട്ടലുകൾ ഇപ്പോഴും തുടരുകയാണ്. ആയുധമേന്തിയ ബലൂച്ച് വിമതർ കൂടുതൽ നഗരങ്ങളിലേക്ക് നീങ്ങുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഈ ആഴ്ച തന്നെ ബലൂച്ച് ലിബറേഷൻ ആർമിയും പാക് സൈന്യവും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 10 പാക് സൈനികർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. ബലൂച്ച് നേതാക്കളുടെ സമീപകാല സ്വാതന്ത്ര്യ പ്രഖ്യാപനം 1971 ബംഗ്ലാദേശ് പാകിസ്ഥാനിൽ നിന്ന് വേർപിരിഞ്ഞതുമായി താരതമ്യപ്പെടുത്തിയിട്ടുണ്ട്. രണ്ട് പ്രസ്ഥാനങ്ങളും പാകിസ്ഥാൻ രാഷ്ട്രത്തിനെതിരായ പരാതികളിൽ നിന്നാണ് ഉടലെടുത്തതെങ്കിലും അവയുടെ സന്ദർഭങ്ങൾ ഗണ്യമായി വ്യത്യാസപ്പെട്ടിരിക്കുന്നു. പതിറ്റാണ്ടുകളായി നടന്നതായി ആരോപിക്കപ്പെടുന്ന അരികുവൽക്കരണം, മനുഷ്യാവകാശ ലംഘനങ്ങൾ, നിർബന്ധിത തിരോധാനങ്ങൾ എന്നിവയിൽ നിന്നാണ് ബലൂചിസ്ഥാന്റെ സ്വാതന്ത്ര്യത്തിനായുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത്. മിർ യാർ ബലൂജിനെ പോലെയുള്ള നേതാക്കൾ അന്താരാഷ്ട്ര അംഗീകാരവും പിന്തുണയും തേടി ബലൂചിസ്ഥാൻ റിപ്പബ്ലിക് രൂപീകരിച്ചതായും പ്രഖ്യാപിച്ചു. എന്നിരുന്നാലും ഭൂമിശാസ്ത്രപരമായി പശ്ചിമ പാകിസ്ഥാനിൽ നിന്ന് വേർപെട്ടതും വ്യത്യസ്തമായും ഭാഷാപരമായും സാംസ്കാരികവുമായ സ്വത്വം ഉള്ളതുമായ കിഴക്കൻ പാകിസ്ഥാനിൽ നിന്ന്, അതായത് ഇപ്പോഴത്തെ ബംഗ്ലാദേശിൽ നിന്ന് വ്യത്യസ്തമായി ബലൂചിസ്ഥാൻ പാകിസ്ഥാന്റെ മറ്റു ഭാഗങ്ങളുമായി അടുത്തു നിൽക്കുകയും കൂടുതൽ വൈവിധ്യമാർന്ന വംശീയ ഘടന ഉള്ളവരുമാണ്. ബലൂചിസ്ഥാന്റെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിലും അതിന്റെ പ്രഖ്യാപനത്തിലും ഇന്ത്യയുടെ നിലപാട് ഏറെ ചർച്ചാവഹമാണ്. ചില ബലൂച്ച് നേതാക്കൾ ഇന്ത്യയുടെ പിന്തുണ അഭ്യർത്ഥിച്ചിട്ടുണ്ടെങ്കിലും വിദഗ്ധർ നേരിട്ടുള്ള ഇടപെടലിനെതിരെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അപ്രതീക്ഷിത പ്രത്യാഘാതങ്ങൾ ഒഴിവാക്കാൻ തന്ത്രപരമായ ദീർഘവീക്ഷണത്തിന്റെ ആവശ്യകതയാണ് ഊന്നി പറയുന്നത്. ചുരുക്കത്തിൽ, സ്വയം ഭരണത്തിനായുള്ള ബലൂചിസ്ഥാന്റെ അന്വേഷണം ബംഗ്ലാദേശിന്റെ ചരിത്രവുമായി ചില സമാനതകൾ പങ്കിടുന്നുണ്ടെങ്കിലും ഭൂരാഷ്ട്രീയ, സാംസ്കാരിക, തന്ത്രപരമായ ഭൂപ്രകൃതികൾ വ്യത്യസ്തമാണ് എന്നത് ഇവിടെ പറയേണ്ടതുണ്ട്. ഇത് ഒരു തരത്തിലുള്ള താരതമ്യങ്ങൾക്കോ നയതീരുമാനങ്ങൾക്കോ സൂക്ഷ്മമായ സമീപനവും ആവശ്യമാണ്.
അപ്പോൾ നിങ്ങൾ തന്നെ പറയുന്നു, ബലൂചിസ്ഥാനികൾ പാകിസ്ഥാനിൽ നിന്നും വേർപിരിഞ്ഞാൽ എന്താണ് പാകിസ്ഥാന് ബാക്കിയാവുക? ഈ വിഷയത്തിൽ ഇന്ത്യ എന്ത് നിലപാടെടുക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ ഉത്തരം എന്ത് തന്നെയായാലും കമൻറ്റ് ചെയ്യണേ. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.